Hi, I am Rojis Jose, Managing Director of Alpha Academy and Genius Integrated School, ആലപ്പുഴ. നമുക്ക് എൻട്രൻസ് മേഖലയിൽ അല്ലെങ്കിൽ ഒരു +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മേഖലയിൽ അവർക്കൊരു മികച്ച കരിയറിലേക്ക് മികച്ചൊരു പ്രൊഫഷനിലേക്ക് എത്താനായിട്ട് വിവിധ കാര്യങ്ങളെക്കുറിച്ച് നാം ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് പേരൻസിലേക്കും വിദ്യാർത്ഥികളിലേക്ക് എത്താൻ ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ ടോപ്പ് മോസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളെക്കുറിച്ച്. അതിലുപരി നമ്മൾ കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ നാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും മികച്ച 10 എഞ്ചിനീയറിംഗ് കോളേജുകളെക്കുറിച്ച് അതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ടോപ്പ് മോസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളെക്കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ഓൺലൈൻ അഡ്മിഷൻ പ്രൊസീജിയറിലൂടെ ഓപ്ഷൻ രജിസ്ട്രേഷനിലൂടെയാണ് നമുക്ക് ഏത് കോളേജുകളും സെലക്ട് ചെയ്യാനും ആ കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റാങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള റാങ്കിലൂടെയാണ് ഈ കോളേജുകളിലൊക്കെ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല കോളേജുകൾ നമ്മളൊന്ന് അറിഞ്ഞു വയ്ക്കുന്നത്, ഈ നല്ല കോളേജുകൾ എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് ഇവിടെ ബെസ്റ്റ് കോളേജുകളെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള NIRF നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫെഡറേഷൻ ഇന്ത്യയിലുള്ള മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും റാങ്കിങ്ങിൻ്റെ ലിസ്റ്റ് വെബ്സൈറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 100 ടോപ്പ് കോളേജസിൻ്റെ ലിസ്റ്റാണ് NIRF പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ 100 കോളേജുകളിൽ ആദ്യം ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 5 കോളേജുകൾ കേരളത്തിലില്ല. ആ 5 കോളേജുകൾ, ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് 5 കോളേജസ് എന്ന് പറയുന്നത് IIT മദ്രാസ് ആണ് നമ്പർ 1 ക്യാമ്പസ്. സെക്കൻഡ് വൺ ഈസ് IIT ഡൽഹി, തേർഡ് ഈസ് IIT കാൺപൂർ, ഫോർത്ത് വൺ IIT റൂർക്കി ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് IIT ഗോരഖ്പൂർ. ഈ 100 NIRFൻ്റെ ലിസ്റ്റ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പ് 100, ഇന്ത്യയിലെ തന്നെ ടോപ്പ് 100 കോളേജസിൻ്റെ ലിസ്റ്റുകൾ NIRF പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ കേരളത്തിൽ നിന്നും 3 കോളേജുകൾ മാത്രമാണ് ഈ ടോപ്പ് 100-ലുള്ളത്. കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ടോപ്പ് 3 കോളേജസ് ഇതിൽ വന്നിരിക്കുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് NIT കോഴിക്കോടാണ്. NIT കോഴിക്കോടിന് NIRFൻ്റെ റാങ്കിങ്ങിൽ 23rd റാങ്കാണുള്ളത്. നമുക്കറിയാം, NIT കാലിക്കറ്റ് നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ എഴുതേണ്ട എക്സാമിനേഷൻ JEE മെയിൻസ് എക്സാമിനേഷനാണ്. ഒരു +2 ക്വാളിഫിക്കേഷനുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് NITയുടെ ക്യാമ്പസിലേക്ക് JEE എക്സാമിനേഷൻ ത്രൂ അഡ്മിഷൻ ലഭിക്കുക. ഈ JEE എക്സാമിനേഷൻ വർഷത്തിൽ തന്നെ 2 പ്രാവശ്യമുണ്ട്, ഫേസ് 1ഉം ഫേസ് 2ഉം. ഈ 2 പരീക്ഷയിൽ നമുക്ക് കിട്ടുന്ന കൂടുതൽ പെർസെൻറ്റേജ് സ്കോറിനെ ബേസ് ചെയ്തിട്ട് റാങ്ക് പബ്ലിഷ് ചെയ്ത് ആ റാങ്കിങ്ങിൽ ബെസ്റ്റ് സ്കോർ വരുന്നതിനനുസരിച്ചാണ് നമുക്ക് NIT കാലിക്കറ്റ് അഡ്മിഷൻ കിട്ടുക. ഈ കാലിക്കറ്റുള്ള NIT ക്യാമ്പസിൽ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50% ഹോം സ്റ്റേറ്റിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് അവിടുത്തെ 50% സ്റ്റുഡൻസിന് കേരളത്തിലെ കുട്ടികൾക്ക് തന്നെ പഠിക്കാം. ഇനി കേരളത്തിലെ കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ റാങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ട് കാലിക്കറ്റിൽ മാക്സിമം സ്റ്റുഡൻസിന് കേരളത്തിലെ കുട്ടികൾക്ക് തന്നെ എത്താം. ബാക്കിയുള്ള 50% അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്കും അവിടെ ഓപ്ഷൻസ് ഉള്ളതാണ്. സെക്കൻഡ് ഹയസ്റ്റ് കേരളത്തിലെന്ന് പറയുന്നത് IIST ട്രിവാൻഡ്രമാണ്, ISROയുടെ ക്യാമ്പസ്. ഇവിടെ നമുക്ക് എയ്റോസ്പേസോ ഏവിയോണിക്സോ ഫിസിക്കൽ സയൻസ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന ISROയുടെ ക്യാമ്പസാണ്. ഈ ക്യാമ്പസിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടാനും നമ്മൾ ഈ JEE മെയിൻസ് എക്സാമിനേഷൻ എഴുതി അതിൽ ക്വാളിഫൈ ചെയ്തതിന് ശേഷം JEE അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതുന്നതിലൂടെയാണ് നമുക്ക് ഈ IISTയിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. IISTയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ISROയിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു റിസർച്ച് സ്ഥാപനത്തിലേക്ക് ഒരു പ്ലേസ്മെൻറ്റും 100% കിട്ടാനുള്ളൊരു സാധ്യതയും അവിടെയുണ്ട്. NIRFൻ്റെ റാങ്കിൽ IISTയുടെ റാങ്ക് വരുന്നത് 48th ആണ്, 48ാമത്തെ റാങ്ക് ഉണ്ട് IISTക്ക്. തേർഡ് ബെസ്റ്റ് ക്യാമ്പസായിട്ട് കേരളത്തിൽ നിന്നും വന്നിരിക്കുന്നത് 69th റാങ്കോടുകൂടി IIT പാലക്കാടാണ്. IITകൾ തന്നെ ധാരാളമുണ്ട്, 32 IITകളുണ്ട്. നമ്മുടെ 69th റാങ്കിങ്ങിൽ, ടോട്ടൽ കോളേജസിൽ 69th റാങ്കിങ്ങിൽ കേരളത്തിൽ നിന്നുള്ള 3ാമത്തെ ക്യാമ്പസ് IIT പാലക്കാട് വന്നിട്ടുണ്ട്. ഈ റാങ്കിങ് എന്ന് പറയുമ്പോൾ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടും പ്ലേസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടും ഇൻഫ്രാസ്ട്രക്ചറും അവിടെയുള്ള ഫെസിലിറ്റീസിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് NIRF ഈ റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്ക് കേരളത്തിലെ ബെസ്റ്റ് കോളേജസിലേക്കൊന്ന് പോയാൽ അതിൽ ഏറ്റവും ടോപ്പ് ബെസ്റ്റ് കേരളത്തിലെ KTUവിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്നതിൽ ഏറ്റവും ടോപ്പ് ക്യാമ്പസ് എന്ന് പറയുന്നത് CET ട്രിവാൻഡ്രം തന്നെയാണ്.
അതാണ് ഇത് ടോപ്പ് 200 കോളേജസ് എടുത്താൽ അതിൽ വരുന്ന ക്യാമ്പസാണ് CET ട്രിവാൻഡ്രം. ഈ CET ട്രിവാൻഡ്രം കഴിഞ്ഞാൽ പിന്നെ ബെസ്റ്റ് ക്യാമ്പസ് CET ട്രിവാൻഡ്രത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് കേരളത്തിലെ എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന കീം എക്സാമിനേഷനാണ് എഴുതേണ്ടത്. കീം എക്സാമിനേഷൻ എഴുതി കീമിൻ്റെ റാങ്കും +2 മാർക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കേരളത്തിലെ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ആ റാങ്ക് ലിസ്റ്റിലൂടെയാണ് നമുക്ക് ഈ CETയുടെ ക്യാമ്പസിൽ അഡ്മിഷൻ ലഭിക്കുക. ഈ CET കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ക്യാമ്പസുകൾ അതിൽ ഒരേപോലെ ടോപ്പ് പോസ്റ്റ് നിൽക്കുന്ന അടുത്ത 2 ക്യാമ്പസുകളാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ 2 ക്യാമ്പസാണ് അവർക്കുള്ളത്. ഒന്ന് തൃക്കാക്കര ക്യാമ്പസും മറ്റൊന്ന് കുട്ടനാട് ക്യാമ്പസും. അത് തൃക്കാക്കര ക്യാമ്പസിൻ്റെ കുറേയധികം പ്രത്യേകതകളുണ്ട്. IITകളിൽ ഉള്ളതുപോലെയുള്ള ഒരു ഡിഫറെൻറ്റ് കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു മികച്ച ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ നമുക്ക് മറൈൻ ആൻഡ് ഷിപ്പ് ബിൽഡിങ്, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിങ്, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന ക്യാമ്പസാണ് കുസാറ്റിൻ്റെ ക്യാമ്പസ്. ഈ കുസാറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് കുസാറ്റിൻ്റെ തന്നെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ CAT ആണ് നമ്മൾ എക്സാമിനേഷൻ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് കേരളത്തിലുള്ള ഒരു ടോപ്പ് ക്യാമ്പസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ക്യാമ്പസാണ്. അത് TKM എഞ്ചിനീയറിംഗ് കോളേജാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിലേക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് നമ്മൾ എഴുതേണ്ട എക്സാമിനേഷൻ കീം എക്സാമിനേഷനാണ്. ഇനി ഈ കീം എക്സാമിനേഷൻ ത്രൂ തന്നെ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് അഡ്മിഷൻ കിട്ടേണ്ട കേരളത്തിലെ മറ്റ് വിദ്യാർത്ഥികൾ ടോപ്പ് റാങ്കിങ്ങിലൊക്കെ വരുന്ന മജോറിറ്റി സ്റ്റുഡൻസും സെലക്ട് ചെയ്യുന്ന അടുത്ത ഒരു 4 കോളേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ GEC ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. അതിനോടൊപ്പം തന്നെ കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന മറ്റൊരു ക്യാമ്പസാണ് RIT പാമ്പാടി, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാമ്പാടി. ഇതിനോടൊപ്പം തന്നെ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന മറ്റൊരു ക്യാമ്പസാണ് IIIT കോട്ടയം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ക്യാമ്പസ് കോട്ടയം ക്യാമ്പസ്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വിദ്യാർത്ഥികൾ വളരെയധികം ടോപ്പ് റാങ്കിങ്ങിലൊക്കെ വരുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന മറ്റൊരു ക്യാമ്പസാണ് MA കോളേജ് കോതമംഗലം, മാറത്തനേഷ്യസ് MAC കോതമംഗലം. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെയും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജുകളുണ്ട്, ഇതിനോടൊപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഉണ്ട്. അതൊന്നും മോശമെന്നല്ല പറയുന്നത്. അതിലൊക്കെ തന്നെ ഇനി നല്ലതുള്ളത് നമ്മൾ ശരിക്കും അന്വേഷിക്കണം. ഓരോ ക്യാമ്പസിൻ്റെയും പ്ലേസ്മെൻറ്റുകളെക്കുറിച്ചും റിസൾട്ടുകളെക്കുറിച്ചും അടുത്ത ഡിസിപ്ലിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് ബാക്കിയുള്ള കോളേജുകളെക്കുറിച്ചൊക്കെ വിദ്യാർത്ഥികൾക്കും പേരൻസിനും മനസ്സിലാക്കാം. കഴിഞ്ഞ ഒരു 24 വർഷത്തെ ആൽഫ അക്കാഡമിയുടെ ഹിസ്റ്ററിയിൽ നിന്നുകൊണ്ട് ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്ന കുട്ടികൾ, ഏറ്റവും ടോപ്പ് റിസൾട്ടുകൾ അച്ചീവ് ചെയ്യുന്ന കുട്ടികൾ, പ്രിഫർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റുകൾ കൊടുക്കുന്ന ക്യാമ്പസുകളെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നല്ല കോളേജുകൾ, നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രീമാണ്, നമ്മുടെ ഒരു കരിയറാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ ആരായി തീരണമെന്ന് നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ +1 +2 പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് സെക്ഷനിലേക്ക് പോയി ആർട്സ് ബേസ് ഒക്കെ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്ന പോലെയല്ല. ഇവിടെ ഒരു പ്രൊഫഷണൽ കോഴ്സാണിത്, ഒരു കരിയർ ഓറിയൻറ്റഡ് കോഴ്സാണ്. ഇവിടെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആരായിരിക്കണം, ആരായി തീരണം, ഇതിനെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു കോളേജും അതിന് തക്കതായ ഒരു കോഴ്സും സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളത് ഏതോ ഒരെണ്ണം കിട്ടി എന്നതുകൊണ്ട് അത് നമ്മുടെ കരിയറായി മാറ്റുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസുകൾ, ഏറ്റവും നല്ല കോഴ്സുകൾ, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ വിഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന, നമ്മുടെ ഡ്രീമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന നല്ല കോഴ്സുകൾ ഏത് ക്യാമ്പസിലുണ്ട്, അവിടുത്തെ ഡിസിപ്ലിനും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ പ്ലേസ്മെൻറ്റുകളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ എടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇതുപോലെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും ഒക്കെ എത്താൻ ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. തീർച്ചയായും പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ, അഡ്മിഷൻ ടൈമിൽ, ഇതിനോടൊപ്പം നമുക്കറിയാം ഈ എൻട്രൻസ് പരീക്ഷകളിലൂടെ വിജയത്തിലൂടെയാണ് നമുക്ക് നല്ല ക്യാമ്പസുകളിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ക്യാമ്പസിലേക്ക് നമ്മുടെ ഒരു വിദ്യാർത്ഥിക്ക്, അത് 10th ക്ലാസ്സിൽ പഠിക്കുന്നോ 11th 12th പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മികച്ച ക്യാമ്പസുകളിലേക്ക് എൻട്രൻസ് എക്സാമിനേഷന് വിജയിച്ചെത്താനായിട്ട് ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസുകളിൽ നമുക്ക് പഠിക്കുകയും ചെയ്യാം.
ആൽഫയ്ക്ക് 2 ക്യാമ്പസാണുള്ളൂ. ഒന്ന് ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2 നമ്മുടെ സ്കൂളിൽ പഠിക്കാം. അപ്പോൾ അവിടെ കുട്ടികൾക്ക് വേറെ ഡീവിയേഷൻസ് ഇല്ല, ട്യൂഷൻ്റെ ആവശ്യമില്ല, വേറെ അഡീഷണൽ എൻട്രൻസ് കോച്ചിങ് ആവശ്യമില്ല. നല്ല റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. ഈ ക്യാമ്പസിൽ നിന്ന് ഒരു കുട്ടിക്ക് 11th 12th പഠിക്കാം. അല്ലെങ്കിൽ +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസ് ഉണ്ട്, റിപ്പീറ്റർ ബാച്ചിൽ 1 ഇയർ ഇതിനു വേണ്ടി മാറ്റി വെച്ച് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കോ 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ എൻട്രൻസ് ജയിക്കത്തക്ക രീതിയിൽ ഇതുപോലെ മികച്ച ക്യാമ്പസിൽ എത്തത്തക്ക രീതിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല രീതിയിലേക്ക് പഠിച്ച് വിജയിക്കാൻ വേണ്ട ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടാകാനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കുക. ഇതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഏതുമാവട്ടെ, പഠിക്കുന്ന കാര്യങ്ങളാവട്ടെ, അഡ്മിഷൻ കാര്യങ്ങളാവട്ടെ, നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ സഹായിക്കാനും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനും ആൽഫയുടെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ബെസ്റ്റ് വിഷസ്.